It's a murder of passion. Sudden provocation ആയിട്ടുള്ളതാണ്. And immediately that boy was also committed suicide. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലത്തെ ഒന്നടങ്കം നടുക്കിയ നമ്മളെല്ലാവരും കേട്ട് നടുങ്ങിയ ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഫെബിൻ, അതായത് കുത്തേറ്റു മരണപ്പെട്ട ഫെബിനും ഈ ആക്രമണത്തിന് ഇരയായ ഫെബിന്റെ പിതാവും എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം നടന്നത് എന്നതിനെ കുറിച്ച് വിവരിക്കുകയാണ് ഈ ഫെബിന്റെ അമ്മ ഡെയ്സിയാണ് ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത്. ഒരു പേടിച്ച് അമ്പരന്ന് ഭയന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകാതെ അവരുടെ മകൻ മരിച്ചു എന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഞെട്ടലോട് കൂടിയാണ് ഈ അമ്മ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ആദ്യം ആ അമ്മയുടെ വാക്കുകൾ കേൾക്കാം. ജോലി എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോ അയാളെ ഇടിച്ചപ്പോ ഞാൻ റോഡിൽ ഇറങ്ങി ആൾക്കാരെ വിളിച്ചു കൂട്ടി. ഞാൻ ആൾക്കാർ ഓടി വന്ന് ഇവരെ ഓട്ടിക്കും. ആരെയും കണ്ടില്ല. ബൈക്കിൽ വന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്ന അല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന്. ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോ തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു. മുഖം കണ്ട് ഒരു ചെറുക്കനാ അവൻ കൂസലില്ലാതെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്ക് അപ്പു വീണ്. പർദ്ദ ധരിച്ചാണ് സത്യത്തിൽ ആദ്യം ഈ തേജസ് ആ വീട്ടിലേക്ക് എത്തിയത്. തേജസിന്റെ കയ്യിൽ പെട്രോൾ കുപ്പിയും ഉണ്ടായിരുന്നു. പെട്രോൾ ഒഴിച്ച് വീട് കത്തിക്കാനാണ് തേജസ് തുനിഞ്ഞിറങ്ങിയത്. എന്നാൽ അച്ഛൻ തടുത്തതോടു കൂടിയാണ് തേജസ് പെട്രോൾ ഒഴിച്ച് വീട് കത്തിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. ഉടനെ തന്നെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത കുത്തിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ അച്ഛനെ കുത്തുന്നത് കണ്ട് മുകളിലത്തെ നിലയിൽ നിന്നും ഓടി വരുന്ന ഫെബിനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഫെബിനെ കയ്യിൽ കിട്ടിയപ്പോൾ ഫെബിനെ എടുത്ത കുത്തുന്നതായിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഓടി വന്നപ്പോഴേക്കുമാണ് നിലവിളിയും ശബ്ദമൊക്കെ കേട്ടത്. ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന സംഭവമാണ് കണ്ണിൽ കണ്ടത്. മകൻ ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവൻ വീണതും ഞാൻ കണ്ടിരുന്നു എന്നും പറയുന്നു. പൈപ്പ് തുറന്നു വിട്ടതുപോലെ രക്തം പോകുന്നതാണ് കണ്ടത്. മകനെ ഓടിപ്പോയി എടുക്കുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത് അച്ഛനും കുത്തേറ്റിട്ടുണ്ടെന്ന്. ഒരു ഓട്ടോറിക്ഷയിൽ രണ്ടുപേരെയും കയറ്റി ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴേക്കും മകന്റെ മരണം സ്ഥിരീകരിച്ചു എന്ന് ഞെട്ടലോടുകൂടിയാണ് അമ്മ കാര്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ ഈ സഹോദരങ്ങൾക്കും ഒപ്പം അതുപോലെ തന്നെ അയൽവാസികളും ഒക്കെ തന്നെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത കേൾക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. വലിയ നടക്കുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ വീട്ടിന് മുന്നിൽ ഇതിന് മുന്നേ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. ഇതിനു മുമ്പ് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവരെല്ലാവരും അവരൊന്നും പ്രശ്നക്കാരല്ല. അവർ തള്ളേന്തേ അവരെ വീട്ടിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. പുറത്തോട്ടൊന്നും ആരുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉള്ളവരല്ല. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആശുപത്രി ബെൻസിർ ആശുപത്രി. ജോർജ് ഡ്രൈവറാണ് അവിടുത്തെ. ഈ ഫെബിന്റെ അമ്മയുമാണ് വീട്ടിൽ. അമ്മയും സഹോദരി ഇവിടെ കോഴിക്കോട് ജില്ല അവിടെ ജോലി ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. പെൺകുട്ടിയുടെ വിവാഹം അടുത്ത് ഉറപ്പിച്ചിരുന്ന അങ്ങനെ എന്തെങ്കിലും ആണോ? ഉറപ്പിച്ചിരുന്നെന്നാണ് അറിയുന്നത്. ഇദ്ദേഹമായിട്ട് വിവാഹം ഉറപ്പിക്കുകയും പിന്നെ അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ഞങ്ങൾ അറിയുന്നത്. അടുത്ത വിവാഹം എന്തെങ്കിലും നടക്കേണ്ടിയിരുന്നോ? അങ്ങനെയാണോ? ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. ഈ പുള്ളിക്കാരിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. സംഭവം മനോരമയുടെ സംഭവം അറിഞ്ഞതിന് ശേഷമാണോ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ള ബന്ധമില്ല. പക്ഷെ ആരെയും പരിചയമില്ല. 4 പേരെ എനിക്ക് പരിചയമില്ല. പക്ഷെ ഞങ്ങളിവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ബന്ധവും വേറെ ഉണ്ട്. വോട്ട് പിടിക്കാൻ, പാർട്ടിക്കാരുടെ വോട്ട് പിടിക്കാനാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ല. വലിയ നാട്ടുകാരുമായിട്ടൊന്നും അടുപ്പില്ലാത്തൊരു കുടുംബമാണോ? എങ്ങനെയാണ് ഫെബിന്റെ കുടുംബം? അവർക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ പ്രശ്നക്കാർ അങ്ങനെ വലിയ മറ്റു വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും നേരത്തെ ഉണ്ടായിട്ടില്ല. ഈ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ആ കുത്തുകൊണ്ട് ഓടുന്ന രംഗം സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾ വളരെ ശുദ്ധരാ. ഫെബിൻ ഉൾപ്പെടെ എല്ലാവരും മിടുക്കം കുഞ്ഞുങ്ങളുമാണ്. മിടുക്ക് അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഉച്ചിപ്പോന്ന് സംസാരിക്കുന്ന ആളുകളല്ല. പിന്നെ ഇപ്പോൾ ഒരു 20 വർഷം ആയിട്ടുള്ള ഇവിടെ വീട് വെച്ചിട്ട്
അതിനു മുമ്പ് എവിടെയാ താമസിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതേപോലെ ഈ പയ്യൻ നീണ്ടകരയുള്ളതെന്നാണ് വാർത്ത. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ. ഈ പയ്യനൊന്നും നേരത്തെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കടയിലോട്ട് പോകാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഓട്ടോയ്ക്കകത്ത് പയ്യനെ കൊണ്ടുവന്നത്. അന്നേരം 10-20 പേരെ ഉള്ളായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഇതുവഴി ഞാൻ പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടുന്ന് ഇല്ലായിരുന്നു. അപ്പൊ ഈ ഒരു ഉത്സവം നടക്കും. അപ്പൊ ഇവിടെ പാട്ടും ബഹളോ. ഈ സംഭവം നടക്കുമ്പോൾ ചിലപ്പോൾ അവർ നിലവിളിച്ച് കാണുക. അന്നേരം ആരും കേൾക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട്. ഫിബിനെ അറിയാവോ? അറിയാം. പയ്യനൊന്നും ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യന. ഇതില് അവര് 10-20 കൊല്ലാതേ ഉള്ളൂ. ഇത് വേറെ ആളെ സ്ഥലമായിരുന്നു. ഇവര് മേടിച്ചിട്ട് ഒരു 10-20 വർഷമായതേ ഉള്ളൂ. അപ്പം അന്നേരം ഇത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പയ്യനാന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പക്ഷെ ബ്ലഡിനകത്ത് അവിടെ മൊത്തം വീണു. 8 മണിയായി. വിശ്വസിക്കാനായോ? വിശ്വസിക്കാനാവുന്നുണ്ടോ ഇപ്പോഴും ഇങ്ങനെ സംഭവം? കുഴപ്പമില്ല, ഞാനിപ്പം വിശ്വസിക്കുന്നില്ല. ഈ തേജസിനെ പറ്റി എങ്ങനെയാണ്? തേജസിന്റെ ഈ കുട്ടിയുടെ സ്വഭാവത്തെ പറ്റി, തേജസിന്റെ സ്വഭാവത്തെ പറ്റി? ഒന്നുമില്ല, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പാസ്സായിട്ട് നിൽക്കുകയായിരുന്നു. ഈ സഹോദരനാണുള്ളത്? എന്നെ സാധാരണ അവൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോലിയാണ്. ഇറ്റ്സ് എ മർഡർ ഓഫ് പാഷൻ. അത് സഡൻ പ്രൊവക്കേഷൻ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ബോയ് വാസ് ഓൾസോ കമ്മിറ്റഡ് സൂയിസൈഡ്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണക്റ്റഡ് ആണ് രണ്ടും. ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. ചിൽഡ്രൻ ദീസ് ഡേയ്സ് ഡോണ്ട് ഹാവ് വാല്യൂ മനസ്സിലാവുന്നില്ല ലൈഫിൻ്റെ. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇസ് ദാറ്റ്. നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എല്ലാ CCTV എല്ലാം നോക്കുന്നുണ്ട്. ഏത് പെട്രോൾ പമ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്, ഇങ്ങനെ ആരാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സെല്ല് ചെയ്യുന്നത്, അതും പരിശോധിക്കുന്നുണ്ട്. എല്ലാ ആംഗിളും നോക്കുന്നുണ്ട്. തേജസ് രാജ്, നീണ്ടകര. അതെല്ലാം നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. വി ഹാവ് ജസ്റ്റ് ഫൗണ്ട് ദാറ്റ് ഹീ ഈസ് ദ വൺ ആൻഡ് ഹീ ഈസ് നോ മോർ. അത് കുഴപ്പമൊന്നുമില്ല. മൈനർ ഇഞ്ചുറി. ഒരാൾ ബുർക്കിട്ടുകൊണ്ട് അങ്ങോട്ട് കയറുന്ന കണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു സ്ത്രീ നടക്കുന്ന പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സംഭവം നടന്ന് ഒരു 5 മിനിറ്റിനകത്ത് അയാൾ തിരിച്ചു വന്നപ്പോൾ അയാൾ അന്നേരമാണ് പറയുന്നത് ഇങ്ങനെ ഒരാളങ്ങോട്ട് കയറുന്ന കണ്ടു എന്ന് പറഞ്ഞു. അവർ ആ കറുത്ത തുണി അവിടെ മുറ്റത്ത് കിടപ്പുണ്ട്. നമുക്ക് അത്ര അറിയത്തില്ല. നമുക്കല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. ഇത് അറിയത്തില്ലല്ലോ. ബഹളം പെട്ടെന്ന് എല്ലാം കൂടെ ഒരു മിനിറ്റിനകത്തായിരുന്നു സാധനം. വെറുതെ ഒരു സ്ത്രീയെ പോലെ വന്നേ. എന്തോ ഇല്ല ബഹളം എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. അകത്ത് കയറി പെട്രോൾ ഏതാണ്ട് കൊണ്ടുവന്നിരുന്നു. പെട്രോൾ ആണ്ട് കൊണ്ടുവന്നിട്ട് ഈ അവരുടെ അച്ഛൻ്റെ ദേഹത്തെ ഒഴിച്ചിട്ട് കത്തിക്കാനെങ്ങാണ്ടായിരുന്നു പ്ലാൻ. അപ്പോൾ ഈ പയ്യനെ ബഹളം കെട്ടുകൊണ്ടാന്ന് തോന്നുന്നു അകത്തുനിന്ന് വന്നത്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതാ സംഭവിച്ചത്. പയ്യനൊരു 22 വയസ്സിനകത്തേ ഉള്ളൂ. BCom സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. പിന്നെ സൊമാറ്റോയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. നല്ല പയ്യനാണ്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം. ഒരു സഹോദരിയുണ്ട്. അവരെ ഇവിടെ സഹോദരി ഇല്ല. അവർ കോഴിക്കോട്ടാണ്. അവർ ഫെഡറൽ ബാങ്കിലെ കണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വർഷം ആയുള്ളൂ ജോലിക്ക് കയറിയിട്ട്. അവരെ ഉണ്ടായിരുന്നുള്ളൂ. അവരില്ലായിരുന്നു. ഇവർ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചു. എന്തോ അവരൊരു 10-15 വർഷമായി വീടൊക്കെ വന്ന് വാങ്ങിച്ച് താമസമായിട്ട്. ഒരു കുഴപ്പക്കാരും അല്ല, നല്ല ആൾക്കാരാണ്. ഒരു പ്രശ്നം, ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ്. സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ, വീട്ടുകാരിയായിട്ട് അവർ വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ജോർജ് തോമസ് ഇവിടെ ബെൻസർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ്. കുറേ നാളായിട്ട് കക്ഷി അവിടുത്തെ ഡ്രൈവറായിരുന്നു. അമ്മയ്ക്കിപ്പോൾ നേരത്തെ അംഗനവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഏതോ ഒരു ജോലി കഴിഞ്ഞ ആഴ്ച കണ്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നിലവിളി അവർ അച്ഛനും അമ്മയും നിലവിളി കേട്ടോണ്ടാവുന്നല്ലോ ഇറങ്ങി വരുന്നേ. ഇവിടെ തൊട്ടടുത്തല്ലേ വീട്. ഞാൻ സിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിലവിളി കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഈ അച്ചായൻ ഈ കൈയുടെ ഈ ഭാഗത്തെ ബ്ലഡ്, അച്ചായൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, വീട്ടിൽ ഇരിക്കുന്ന സമയമില്ലേ, ദേഹത്ത് മൊത്തം ബ്ലഡായിട്ട് അച്ചാനും ഓടി വരുന്നു. ഈ അമ്മാമ്മയും ഓടി വരുന്നുണ്ട്. അയ്യോ എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോഴാണ് അവിടെ പെട്ടെന്ന് നോക്കുന്നത്. അപ്പോൾ പയ്യൻ കിടക്കുകയാണ് റോഡിൽ, ഈ മൈതിൻ്റെ അങ്ങേയറ്റത്ത് മൂലയ്ക്ക്. ആരാണ് പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആരായാലും അങ്ങനെയല്ലേ ചെയ്യുന്നേ. ഫെബിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉള്ളൂ. ഒരു സഹോദരിയുണ്ട്. സഹോദരി ഇപ്പം ഇല്ല. അവർ കോഴിക്കോട്ട് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അവരിപ്പോൾ ഇല്ല, അവിടെ താമസിക്കുന്നു. അത്ര അവർ 4 പേരേ ഉള്ളൂ.
ഒരു വിവരവും നമുക്ക് അതിശയം, നാട്ടുകാർക്കെല്ലാം അതിശയമായത് ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു ഇഷ്യൂ ആരുമായിട്ടും ഇല്ല. ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയോ പയ്യൻ്റെ ഒരു ഒച്ച പോലും അതാണ് ഞങ്ങളും ആലോചിക്കുന്നത്. എന്താ ഈ ഒരു വൈരാഗ്യത്തിലോട്ട് എത്താൻ വേണ്ടി അവൻ്റെ പൊളിറ്റിക്സ് ഇല്ല, അവനെ ലഹരി ഉപയോഗിക്കത്തില്ല, അവൻ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. ഇപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ ഒരു 5-6 മാസം മുൻപ് എടുത്തിരുന്നു. അപ്പോൾ വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ അതിൻ്റെ ബാധ്യതയൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകുന്നവരാ.